ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. Malabar Gold and Diamonds. Celebrate the beauty of life. നമസ്കാരം. ജില്ലാ വാർത്തകൾ. വിഷു പടിവാതിലിൽ എത്തി. വിപണിയിൽ ആദ്യം ഉണർന്നത് പടക്കം തന്നെയായിരുന്നു. അപകടരഹിത ചൈനീസ് പടക്കങ്ങൾക്ക് തന്നെയാണ് ഇത്തവണയും പ്രിയം. പടക്ക വിൽപ്പനയ്ക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതിയോടെയാണ് കച്ചവടം പുരോഗമിക്കുന്നത്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. മാധ്യമങ്ങൾ ജനകീയ പ്രശ്നങ്ങൾക്ക് ഊന്നൽ നൽകണമെന്ന് ഗവർണർ ജസ്റ്റിസ് പി സദാശിവം. ജനങ്ങളോടുള്ള പ്രതിബദ്ധത മാധ്യമങ്ങൾ പുലർത്തണമെന്നും ഗവർണർ. വിഷു പടിവാതിൽക്കൽ. പടക്ക വിപണി സജീവം. ചൈനീസ് പടക്കങ്ങൾക്ക് പ്രിയമെന്ന് കച്ചവടക്കാർ. കേരളത്തിന് റേഷൻ വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ കേരള ജനത ഒന്നാകെ പ്രതിഷേധിക്കണമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ. വാർത്തകൾ വിശദമായി. വൈകാരികമായ വാർത്ത നൽകുന്നതിനു പകരം കാര്യങ്ങൾ ഗ്രഹിക്കുകയും വിവേകത്തോടെ വാർത്തകൾ നൽകുകയും വേണമെന്ന് കേരള ഗവർണർ പി സദാശിവം. ദ കേരള പോസ്റ്റ് മലയാളം ന്യൂസ് പോർട്ടലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാധ്യമങ്ങൾ ജനകീയ പ്രശ്നങ്ങൾക്ക് ഊന്നൽ നൽകണമെന്ന് ഗവർണർ ജസ്റ്റിസ് പി സദാശിവം ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ മാധ്യമങ്ങൾ വഹിച്ചു വരുന്ന പങ്ക് വലുതാണ്. മാധ്യമ ലോകം മാറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും ജനങ്ങളോടുള്ള പ്രതിബദ്ധത അവർ പുലർത്തണമെന്നും ഗവർണർ നിർദ്ദേശിച്ചു. ഡിജിറ്റൽ മീഡിയ അസോസിയേറ്റ്സ് ആരംഭിച്ച മലയാളം ന്യൂസ് പോർട്ടൽ ദി കേരള പോസ്റ്റ് .com ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Significantly enough, the Kerala Post is being led by few seasoned journalists whose skill and stature in the field have won them wide acclaim. They firmly hold the view that news and journalism will never die and that the challenge is to nurture and promote responsible journalism. It may be easy to be sensational, and repeating, it may be easy to be sensational, but difficult to be sensible. True print publications need to depend on devices like laptop, tab or smartphone to reach out the new generation. ടാഗോർ സെന്റിനറി ഹാളിൽ നടന്ന ചടങ്ങിൽ വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷം വഹിച്ചു. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ ജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിവേഴ്സൽ ഹോസ്പിറ്റൽ MD ഡോക്ടർ ഷബീർ നെല്ലിക്കോട്, ഏഷ്യാനെറ്റ് ന്യൂസ് എഡിറ്റർ MG രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ദി കേരള പോസ്റ്റ് ചെയർമാൻ CH ഇബ്രാഹിംകുട്ടി മാധ്യമരംഗത്തെ ഈ പുതിയ സംരംഭത്തെ പരിചയപ്പെടുത്തി. ബിസിനസ്, എക്കണോമി, എഡ്യൂക്കേഷൻ, ലൈഫ്സ്റ്റൈൽ, സ്പോർട്സ്, ഹെൽത്ത് കെയർ ആൻഡ് NRI. It is compatible to all new digital devices and we have decided to keep pace with the fast changing digital technology. ചീഫ് എഡിറ്റർ പി ദാമോദരൻ ഗവർണർക്ക് ഉപഹാരം നൽകി. ദി കേരള പോസ്റ്റിന്റെ ഉപഹാരം ഗവർണർ ഡോക്ടർ ഷബീർ നെല്ലിക്കോടിന് സമ്മാനിച്ചു. കേരള പോസ്റ്റ് .com MD N സുബ്രഹ്മണ്യൻ സ്വാഗതവും പി ദാമോദരൻ നന്ദിയും പറഞ്ഞു. കുറ്റ്യാടി കോഴിക്കോട് ദേശീയപാതയിൽ വാഹനാപകടം. 2 പേർ മരിച്ചു. നടുവണ്ണൂർ തെരുവത്ത് കടവിന് സമീപം ബസ്സും കാറും കൂട്ടിയിടിച്ചാണ് അപകടം. ഇന്നോവ കാർ യാത്രികരാണ് മരണമടഞ്ഞത്. കുറ്റ്യാടിയിലേക്ക് പോവുകയായിരുന്ന 2 വിങ്സ് ബസ്സും നാദാപുരം ഭാഗത്തുനിന്നും വരികയായിരുന്ന ഇന്നോവ കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു. കുറ്റ്യാടി കോഴിക്കോട് ദേശീയപാതയിൽ നടുവണ്ണൂർ തെരുവത്ത് കടവിന് സമീപം തിങ്കളാഴ്ച ഉച്ച 2:30-ഓടെയാണ് അപകടം നടന്നത്. കോഴിക്കോട് നിന്നും കുറ്റ്യാടിയിലേക്ക് പോവുകയായിരുന്ന 2 വിങ്സ് ബസ്സും നാദാപുരത്ത് നിന്നും വരികയായിരുന്ന ഇന്നോവ കാറുമാണ് കൂട്ടിയിടിച്ചത്.
നാദാപുരം സ്വദേശികളായ മസൂസ് മുസ്ലിയാർ, മുഹമ്മദ് കൈഫ് എന്നിവരാണ് മരിച്ചത്. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അപകടത്തെ തുടർന്ന് കുറ്റ്യാടി കോഴിക്കോട് ദേശീയപാതയിൽ ഗതാഗത തടസ്സമുണ്ടായി. നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വിഷുവിന്റെ വരവറിയിച്ച് പടക്ക വിപണി സജീവമായി. ഒരു തവണ തിരികൊളുത്തിയാൽ പലവട്ടം ആകാശത്ത് വർണ്ണവിസ്മയം തീർക്കുന്ന കുഞ്ഞൻ പടക്കങ്ങൾ മുതൽ നിലത്ത് സ്വർണ്ണ നാണയം വിതറുന്ന കണക്ക് കറങ്ങുന്ന ഗോൾഡൻ നിലച്ചക്രങ്ങൾ വരെ നിരന്നു കഴിഞ്ഞു. വിഷു വിപണിയിൽ ആദ്യം ഉണർന്നത് പടക്ക വിപണി തന്നെ. ചൈനീസ് പടക്കങ്ങൾക്കും പൂത്തിരികൾക്കും കമ്പിത്തിരി മത്താപ്പുകൾക്കുമെല്ലാം ഡിമാൻഡ് തന്നെ. ഒരാഴ്ച മുൻപ് തന്നെ മൊത്തക്കച്ചവടം അവസാനിപ്പിച്ചിരുന്നു. 40 രൂപ മുതൽ 4000 രൂപ വരെയുള്ള പടക്കങ്ങൾ വിപണിയിൽ ലഭ്യം. ശിവകാശിയിൽ നിന്നാണ് പടക്കങ്ങൾ എത്തുന്നത്. ചൈനീസ് പടക്കങ്ങളാണ് ഉപഭോക്താക്കൾ അന്വേഷിച്ചു വരുന്നതെന്ന് കോഴിക്കോട് ജില്ലയിലെ പ്രമുഖ കച്ചവടക്കാരനായ ഐഎൻസ് വേൾഡ് ഉടമ പി ഉദയശങ്കർ പറയുന്നു. എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും പാലിച്ചുകൊണ്ടാണ് എല്ലാ ഡീലർമാരും പടക്ക വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് കർശന പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം കൂടുതൽ ആവശ്യക്കാരുള്ളത് ഈ ഷോട്ട്സിനാണ്. സിംഗിൾ ഷോട്ട് തൊട്ടിട്ട് ഒരു 1000 ഷോട്ട് വരെ ഒരു ബോക്സിൽ വരുന്നത് ഇറങ്ങിയിട്ടുണ്ട്. വില വളരെ കുറവാണ്. പിന്നെ ട്രാൻസ്പോർട്ടിംഗ് ചാർജിലുള്ള ചെറിയൊരു വ്യത്യാസം മാത്രം കൂടിയ അത് മാത്രമേ ഉള്ളൂ. പടക്കം വിൽക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും ഉൾപ്പെടെ നിരവധി നിയന്ത്രണങ്ങളുണ്ടെങ്കിലും ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതി വാങ്ങിയാണ് മിക്കയിടത്തും പടക്ക വിൽപ്പന. പഴയകാല ഓലപ്പടക്കങ്ങൾക്കും ഡിമാൻഡുണ്ട്. 40 രൂപയുടെയും 400 രൂപയുടെയും ഫാൻസി പടക്കങ്ങൾ, 7 സെന്റിമീറ്റർ മുതൽ 50 സെന്റിമീറ്റർ വരെയുള്ള കമ്പിത്തിരികൾ എന്നിവ ധാരാളമായി വിറ്റുപോകുന്നു. നിർമ്മാണ വസ്തുക്കളുടെ ദൌർലഭ്യവും തൊഴിലാളികളുടെ കൂലി വർധനവുമെല്ലാം പടക്കങ്ങളുടെ വിലയെ ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ 5% വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് കോഴിക്കോട്ടെ വിപണിയെ ബാധിച്ചിട്ടില്ലെന്നും കച്ചവടക്കാർ പറയുന്നു. നിയന്ത്രണങ്ങളുള്ളതിനാൽ കുട്ടികൾ മുതൽ വയസ്സായവർ വരെ പടക്കങ്ങളുടെ ആരാധകരായ ഇവിടെ പടക്ക കടകൾക്കാണ് ക്ഷാമം. വിഷു അടുത്താൽ കച്ചവടം പൊടിപൊടിക്കും. കോഴിക്കോട് സിറ്റി പോലീസ് എംപ്ലോയീസ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സഹകരണ സ്റ്റോർ പാവമണി റോഡിൽ പ്രവർത്തനം തുടങ്ങി. ഉത്തരമേഖല ADGP N. ശങ്കർ റെഡ്ഡി ഉദ്ഘാടനം ചെയ്തു. വിരമിച്ച പോലീസുകാർക്ക് സൌജന്യ നിരക്കിൽ മരുന്നുകൾ ലഭ്യമാക്കാൻ മെഡിക്കൽ സ്റ്റോർ സൊസൈറ്റി ആരംഭിക്കുമെന്നും ADGP പറഞ്ഞു. ബാങ്കിംഗ് മേഖലയിൽ സഹകാരികളുടെ വിശ്വാസം നേടിയെടുത്ത കോഴിക്കോട് സിറ്റി പോലീസ് എംപ്ലോയീസ് സഹകരണ സംഘമാണ് സഹകാരികളുടെ ക്ഷേമം മുൻനിർത്തി പുതിയ പ്രവർത്തന മേഖലയിലേക്ക് കാൽവച്ചത്. മെമ്പർമാരുടെയും സേനാംഗങ്ങളുടെയും ദീർഘകാലത്തെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് പലവ്യഞ്ജനങ്ങൾ, സ്റ്റേഷനറി സാധനങ്ങൾ, പോലീസ് യൂണിഫോം, തുണിത്തരങ്ങൾ, പഠനോപകരണങ്ങൾ എന്നിവ ന്യായമായ വിലയ്ക്ക് ലഭ്യമാക്കുന്ന സഹകരണ സ്റ്റോറാണ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാവമണി റോഡിൽ സംഘത്തിന്റെ സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങിയത്. ഉത്തരമേഖല ADGP N. ശങ്കർ റെഡ്ഡി IPS സഹകരണ സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സർവീസിൽ നിന്നും വിരമിച്ച സേനാംഗങ്ങൾക്ക് ന്യായവിലയ്ക്ക് മരുന്നുകൾ നൽകാൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ന്യായവില മെഡിക്കൽ സഹകരണ സംഘങ്ങൾ ആരംഭിക്കണമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. നിങ്ങൾ C ക്ലാസ് മെമ്പർഷിപ്പ് റിട്ടയർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്ത സ്ഥിതിക്ക് അങ്ങനെയുള്ള സേനാംഗങ്ങൾക്ക് കുറഞ്ഞ വിലക്ക് മരുന്നുകൾ നിങ്ങളെ സൊസൈറ്റി വഴി ലഭ്യമാക്കുകയാണെങ്കിൽ അവർക്ക് വളരെ ആശ്വാസകരമാണ്. അത് മെഡിക്കൽ സ്റ്റോർ നടത്തുക എന്നാൽ അത്ര എളുപ്പമല്ല. സംഘത്തിന്റെ ലാഭത്തിനുമപ്പുറം സംഘാംഗങ്ങളുടെ ക്ഷേമം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് സഹകരണ സ്റ്റോർ പ്രവർത്തനം തുടങ്ങിയത്. ഉദ്ഘാടന ചടങ്ങിൽ സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റ് DYSP P. രാജു അധ്യക്ഷത വഹിച്ചു. സൊസൈറ്റി സെക്രട്ടറി PC. പുരുഷോത്തമൻ സ്വാഗതം പറഞ്ഞു. DCP D. സാലി, സൂപ്രണ്ട് ഓഫ് പോലീസ് U. അബ്ദുൽ കരീം, അസിസ്റ്റന്റ് രജിസ്ട്രാർ KP. രാജഗോപാലൻ, VACB DYSP G. സാബു, KPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് PT. ശശിധരൻ, KPOA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം P. മുരളീധരൻ, CPO മാനേജർ MV. സുരേഷ് ബാബു, ഡയറക്ടർ ബോർഡ് അംഗമായ M. രഞ്ജിഷ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. നഗരസഭകളെ വെല്ലുന്ന വികസന പ്രവർത്തനങ്ങൾ നടത്തിയ നാദാപുരം ഗ്രാമപഞ്ചായത്തിന് ലഭിച്ച ദേശീയ അവാർഡ് അർഹതയ്ക്കുള്ള അംഗീകാരമായി. രാജ്യത്തെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള എംപവർമെന്റ് അക്കൌണ്ടബിലിറ്റി ഇൻസെന്റീവ് സ്കീം പുരസ്കാരമാണ് നാദാപുരത്തിന് ലഭിച്ചത്. മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കണ്ടും മികച്ച റോഡുകൾ നിർമ്മിച്ചും അടിസ്ഥാന സൌകര്യങ്ങളിൽ ശ്രദ്ധേയങ്ങളായ ചുവടുകളുമായാണ് നാദാപുരം അസൂയാർഹമായ നേട്ടം കൈവരിച്ചത്. 3 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ഇൻഡോർ സ്റ്റേഡിയം മുതൽ 3.5 കോടി രൂപ ചിലവിട്ട് നിർമ്മിക്കുന്ന കല്യാണ മണ്ഡപം വരെ അക്കമിട്ട് നിരത്താൻ നിരവധി വികസന പദ്ധതികളാണ് പഞ്ചായത്തിലുള്ളത്. മാലിന്യ സംസ്കരണത്തിന് ഏർപ്പെടുത്തിയ സജ്ജീകരണം ദേശീയ ശ്രദ്ധ നേടിയതാണ്. പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കുകയും ജൈവ മാലിന്യങ്ങൾ വളമാക്കി മാറ്റി കൃഷിക്ക് ഉപയുക്തമാക്കുകയും ചെയ്യുന്നതാണ് ഇവിടുത്തെ രീതിയെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂപ്പി നരിക്കാട്ടിരി പറയുന്നു. നമ്മുടെ സംസ്ഥാനം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മാലിന്യ പ്രശ്നമാണ്. ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കേരളത്തിന് മാത്രമല്ല ലോകത്തിന് മുമ്പിൽ തന്നെ മാതൃകയാകുന്ന ഒരു മോഡൽ
ഞങ്ങളിവിടെ ഉണ്ടാക്കിയെടുക്കേണ്ടായി. മികവുള്ള റോഡുകളാണ് നാദാപുരത്തിന്റെ മറ്റൊരു പ്രത്യേകത. വികസനത്തിന് റോഡുകളുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് മിക്ക റോഡുകളും നിർമ്മിച്ചിരിക്കുന്നത്. വികസന രംഗത്തെ കൂട്ടായ പ്രവർത്തനവും എടുത്തു പറയേണ്ട പ്രത്യേകതയാണ്. ക്രമസമാധാന പ്രശ്നം കൊണ്ട് പുറം ലോകം നാദാപുരത്തെ വേറിട്ട് നിർത്തുമ്പോഴും ജനകീയ വികസന പ്രശ്നങ്ങളിലെ കൂട്ടായ്മ ഒരുക്കുന്നതിൽ ഭരണസമിതികൾ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് കാഴ്ചവച്ചത്. 3 തവണയായി ഗ്രാമപഞ്ചായത്തിന്റെ സാരഥ്യം ഏറ്റെടുത്ത സൂപ്പി നരിക്കാട്ടേരി തന്നെയാണ് ഗ്രാമപഞ്ചായത്തിലെ വികസനത്തിന് നേതൃത്വം നൽകുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് രാജ് മന്ത്രാലയം അവാർഡ് നൽകുന്നത്. ഇത്തവണ സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ 10 അവാർഡുകൾ നാദാപുരം ഇതിനോടകം നേടിയിട്ടുണ്ട്. ഈ മാസം 24 ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി പ്രണവ് മുഖർജി അവാർഡ് സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ സംബന്ധിക്കും. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. For you, forever. Apollo Gold. Kozhikode, Tirur, Manjeri, Vadagara, Kannur. ലോകത്തിന്റെ ഏത് കോണിലും നമ്മൾ ഇന്ത്യക്കാരുണ്ടാകും. നമ്മുടെ വേറിട്ട സംസ്കാരങ്ങളുണ്ടാകും. ആ സംസ്കാരത്തിന് പ്രൗഢിയേകുവാൻ പട്ടിലെ സൃഷ്ടികളുണ്ടാകും. സ്വന്തം തറികളിൽ കല്യാൺ സിൽക്സ് നെയ്തൊരുക്കുന്ന മംഗല്യപ്പട്ട് 1 നൂറ്റാണ്ടിലേറെയായി ഇന്ത്യയുടെ അഭിമാനമാണ്. കല്യാൺ സിൽക്സ്, ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. 21 ഷോറൂമുകൾ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. വിഷു ആഘോഷം പൊടിപൊടിക്കാൻ നിങ്ങൾക്ക് വേണം അയ്യൻസ് പടക്കങ്ങൾ. 2011 കേരള സ്റ്റേറ്റ് കൺസ്യൂമർ അസോസിയേഷന്റെ ബെസ്റ്റ് സെല്ലർ അവാർഡ് നേടിയ അയ്യൻസ് വേൾഡിലേക്ക് സ്വാഗതം. മണ്ണിലും വെണ്ണിലും വർണ്ണക്കാഴ്ചകൾ ഒരുക്കി ആഹ്ലാദിക്കാൻ പടക്കങ്ങളുടെ 100 വെറൈറ്റീസ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന സുരക്ഷിതമായ ചൈനീസ് പടക്കങ്ങളുടെ അപൂർവ ശേഖരം. ആഘോഷിക്കൂ അയ്യൻസ് പടക്കങ്ങളുമായി. യഥാർത്ഥ അയ്യൻസ് പടക്കങ്ങൾ ഫാക്ടറി വിലയ്ക്ക് മൊത്തമായും ചില്ലറയായും ലഭിക്കാൻ അംഗീകൃത വിതരണ കേന്ദ്രം അയ്യൻസ് വേൾഡ്, കോയ റോഡ് ജംഗ്ഷൻ, കോഴിക്കോട്. അയ്യൻസ് വേൾഡ്. വാർത്തകൾ തുടരുന്നു. കെട്ടിട നിർമ്മാണ ജോലിക്കെത്തി 13-കാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ബംഗാളി തൊഴിലാളിയെ 2.5 വർഷത്തിനു ശേഷം പോലീസ് അറസ്റ്റ് ചെയ്തു. ബംഗാൾ നാദിയ ജില്ലയിലെ ബരാമുഗയ്യ വില്ലേജ് സ്വദേശി അൻതാജ് അലി മാലിക്കിനെയാണ് ഒഡീഷയിലെ കട്ടക്കിൽ നിന്നും വടകര പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 13-കാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിയായ ബംഗാൾ സ്വദേശിയെ ഒഡീഷയിൽ വടകര പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. പശ്ചിമ ബംഗാളിലെ നാദിയ ജില്ലക്കാരനായ അൽതാജ് അലി മാലിക്കാണ് പിടിയിലായത്. 27 വയസ്സാണ് ഇദ്ദേഹത്തിന്. ഒഡീഷയിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ഇയാളെ പിടികൂടി അവിടുത്തെ കോടതിയിൽ ഹാജരാക്കിയ ശേഷമാണ് വടകരയിൽ എത്തിച്ചത്. ഇയാളെ തിങ്കളാഴ്ച കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻ കോടതിയിൽ ഹാജരാക്കി. 2 വർഷം മുൻപാണ് കേസിനാസ്പദമായ സംഭവം. താഴെ അങ്ങാടി സ്വദേശിനിയായ പെൺകുട്ടിയെ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ അൻതാജ് പ്രലോഭിച്ച് വലയിൽ വീഴ്ത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് പിന്നീട് പെൺകുട്ടിയെ കണ്ടെത്തി മോചിപ്പിച്ചത്. എന്നാൽ അന്ന് പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. വടകര ASI വിജയൻ, പോലീസുകാരനായ ഷാജി, ദിവാകരൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ ഒഡീഷയിൽ നിന്ന് പിടികൂടിയത്. CI മനോജിന്റെ മേൽനോട്ടത്തിലായിരുന്നു അന്വേഷണം. കേരളത്തിന് റേഷൻ വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ കേരള ജനത ഒന്നാകെ പ്രതിഷേധിക്കണമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി T. മുഹമ്മദ് അലി. പ്രശ്നപരിഹാരത്തിന് അടിയന്തരമായി സർവകക്ഷി സംഘത്തെ ഡൽഹിയിൽ അയക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. റേഷൻ കടകൾ അടച്ചിട്ട് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സംവിധാനം വർഷങ്ങളായി നിലനിൽക്കുന്ന കേരളത്തിലേക്കുള്ള റേഷൻ വിഹിതമാണ് കേന്ദ്ര സർക്കാർ ഇടയ്ക്കിടയ്ക്ക് വെട്ടിക്കുറയ്ക്കുന്ന പതിവ് വീണ്ടും ആരംഭിച്ചത്. വിഷു, ഈസ്റ്റർ തുടങ്ങിയ ഉത്സവങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രഹരം കേരളത്തിന് മേൽ ഏറ്റിരിക്കുന്നത്. 1,18,141 മെട്രിക് ടൺ റേഷൻ ലഭിച്ചുകൊണ്ടിരുന്ന അവസരത്തിലാണ് കഴിഞ്ഞ മാസം 36,666 മെട്രിക് ടൺ വെട്ടിക്കുറച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ സർക്കുലർ ഇറക്കിയത്. മൊത്തം 83 ലക്ഷം വരുന്ന കേരളത്തിലെ കാർഡ് ഉടമകളിൽ ഈ സർക്കുലർ പ്രകാരം ഇനി മുതൽ APL വിഭാഗക്കാർക്ക് മാസം 5 കിലോ അരിയും BPL വിഭാഗക്കാർക്ക് 17 കിലോ അരിയും മാത്രമേ ലഭിക്കുകയുള്ളൂവെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഭക്ഷ്യസുരക്ഷാ നിയമം കേരളത്തിൽ ബാധകമാക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ വീണ്ടും വിചാരം നടക്കേണ്ട സമയമാണ് ഇതെന്നും
പ്രശ്നപരിഹാരത്തിനായി കേന്ദ്രത്തിലേക്ക് സർവകക്ഷി സംഘത്തെ അയക്കണമെന്നും ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് അലി പറഞ്ഞു. ഒരു മാസം അനുവദിച്ച അരിയുടെ കോട്ട 24 ലക്ഷം, അരിയുടെയും ഗോതമ്പിന്റെയും കോട്ട 24 ലക്ഷം മെട്രിക് ടൺ ആയിരുന്ന സ്ഥാനത്ത് ഇന്ന് നമുക്ക് ലഭിക്കുന്നത്, പുതിയ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് 14 ലക്ഷം മെട്രിക് ടൺ ആണ്. സംസ്ഥാന വ്യാപകമായി റേഷൻ കടകൾ അടച്ചിട്ടാണ് അസോസിയേഷൻ ഇതിനെതിരെ പ്രതിഷേധിച്ചത്. തിരുവനന്തപുരത്ത് AGS ഓഫീസിന് മുന്നിലാണ് സംസ്ഥാനതല പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിൽ നിരവധി അംഗങ്ങൾ പങ്കെടുത്തു. വെട്ടിക്കുറച്ച റേഷൻ പുനഃസ്ഥാപിക്കുക, റേഷൻ വ്യാപാരികളുടെ വർദ്ധിപ്പിച്ച കമ്മീഷൻ എത്രയും പെട്ടെന്ന് നൽകുക, ആട്ടയുടെയും പഞ്ചസാരയുടെയും ഡോർ ഡെലിവറി വാഗ്ദാനം പാലിക്കുക, വ്യാജ പരാതിയുടെ പേരിൽ റേഷൻ വ്യാപാരികളെ പീഡിപ്പിക്കുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് അസോസിയേഷൻ സർക്കാരിന് മുന്നിൽ വയ്ക്കുന്നത്. പ്രതിഷേധ കൂട്ടായ്മയിൽ വർക്കിംഗ് പ്രസിഡന്റ് കെ ശേഖരൻ അധ്യക്ഷത വഹിച്ചു. പുതുക്കോട് രവീന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് KP അസീസ്, A ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. കുറ്റ്യാടി ഇറിഗേഷൻ കനാൽ നവീകരിച്ച് ജനങ്ങൾക്ക് ശുദ്ധജലം ലഭ്യമാക്കാനുള്ള സമഗ്ര പദ്ധതി തയ്യാറാക്കണമെന്ന് AK ശശീന്ദ്രൻ MLA. ഉദ്യോഗസ്ഥ തലത്തിലുള്ള അനാസ്ഥയ്ക്കെതിരെ ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. കനാൽ ജലം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് സർവകക്ഷി ആക്ഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വേനൽ കടുത്തതോടെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുകയാണ് കക്കോടി, ചേളന്നൂർ, കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്തുകളിലെ 10,000-കണക്കിന് കുടുംബങ്ങളും ഒപ്പം ഹെക്ടർ കണക്കിന് പ്രദേശത്തെ കൃഷിയും. ജനുവരിയിൽ തന്നെ ലഭ്യമായിരുന്ന കനാൽ ജലം ഇത്തവണ ഏപ്രിൽ മാസം പകുതിയായിട്ടും കൃത്യമായി ലഭിക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. ചേളന്നൂർ 8-2 സൈഫണിൽ തകർന്ന കിണർ പുനർനിർമ്മിച്ചപ്പോൾ പിറ്റേന്ന് പാലത്തെ സൈഫണിൽ വെള്ളമെത്താത്ത പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോൾ പേരാമ്പ്രയിൽ കുറെ ഭാഗം തകർന്നു കിടക്കുന്നതാണ് ശുദ്ധജലം എത്താത്തതിന് കാരണമെന്നാണ് ഉദ്യോഗസ്ഥ തലത്തിലുള്ള വിശദീകരണം. ഈ സാഹചര്യത്തിലാണ് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടെ കക്കോടി ഗ്രാമപഞ്ചായത്ത് അധികാരികളുടെ നേതൃത്വത്തിൽ സർവകക്ഷി ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ജനകീയ പ്രക്ഷോഭത്തിന് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഏപ്രിൽ മാസം 4-ാം തീയതി കനാൽ ജലം എത്തുമെന്ന വാഗ്ദാനവും വൃഥാവിലായ സാഹചര്യത്തിലാണ് സമരവുമായി ആക്ഷൻ കമ്മിറ്റി പ്രക്ഷോഭത്തിന്റെ പാതയിലുള്ളത്. കനാലിനെ സംരക്ഷിക്കാനും ജനങ്ങൾക്ക് ശുദ്ധജലം ലഭ്യമാക്കാനും പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുമെന്ന് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത AK ശശീന്ദ്രൻ MLA പറഞ്ഞു. കനാൽ നവീകരണത്തിനായി സമഗ്ര പദ്ധതി ആവിഷ്കരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ ബന്ധപ്പെട്ട വകുപ്പ് യഥാസമയം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പോയതുകൊണ്ടാണ് ഈ ദുരിതം ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത് എന്നാണ്. ബന്ധപ്പെട്ട ആളുകൾ കാര്യങ്ങൾ യഥാസമയം അന്വേഷിക്കുകയും നടപടികൾ എടുക്കാത്തതുമാണ് ഈ വർഷം ഇത്രയും കടുത്ത ജലക്ഷാമം ഉണ്ടാകുവാനും കൃഷി കരിഞ്ഞുണങ്ങാനും കാരണമായതെന്ന വസ്തുതയും ശക്തമായി നിലനിൽക്കുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് കവിത മനോജ് അധ്യക്ഷത വഹിച്ചു. M രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് V മുകുന്ദൻ, CPM ജില്ലാ കമ്മിറ്റി അംഗം മാമ്പറ്റ ശ്രീധരൻ, മക്കടോൽ ഗോപാലൻ, MA സിറാജി, മേലാൽ മോഹനൻ, പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കുട്ടികൃഷ്ണൻ നായർ, വ്യാപാരി വ്യവസായ പ്രതിനിധി അബ്ബാസ്, DYFI മേഖലാ സെക്രട്ടറി ഷാജഹാൻ, MP അശോകൻ, C മാലതി എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കളക്ടർക്ക് നിവേദനം സമർപ്പിച്ചു. കാലിക്കറ്റ് സർവകലാശാല B സോൺ കലോത്സവം സമാപിച്ചു. കോഴിക്കോട് വെസ്റ്റ് ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ 5 വേദികളിലായാണ് കലോത്സവം നടന്നത്. കാലിക്കറ്റ് സർവകലാശാല B സോൺ കലോത്സവം സമാപിച്ചു. സമാപന ദിവസം ഒപ്പന, വട്ടപ്പാട്ട്, പൂരക്കളി, മിമിക്രി, മോണോ ആക്ട്, മാർഗംകളി, പരിചമുട്ട്, ക്ലാസിക്കൽ നൃത്തം എന്നിവയിലാണ് മത്സരങ്ങൾ നടന്നത്. ശാസ്ത്രീയ സംഗീതത്തിൽ C വിവേക്, മാപ്പിളപ്പാട്ട് ഗ്രൂപ്പിൽ TP സന ആൻഡ് പാർട്ടി, മൈമിൽ സെബിൻ നാരായണൻ, നാടോടി നൃത്തം പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ആതിര തച്ചോളി, നാടോടി നൃത്തം ആൺകുട്ടികളുടെ വിഭാഗത്തിൽ അശ്വിൻ, കവിതാ പാരായണത്തിൽ RP സച്ചിൻ, ശാസ്ത്രീയ സംഗീതം പെൺകുട്ടികളുടെ വിഭാഗത്തിൽ J വിന്ധ്യ മേനോൻ, ദഫ്മുട്ടിൽ ഷരീജ്, സെമി ക്ലാസിക്കൽ സോളോയിൽ ഹരികൃഷ്ണ, പാശ്ചാത്യ സംഗീതത്തിൽ വിനിഷ, സ്കിറ്റിൽ മീര പ്രേമൻ തുടങ്ങിയവർ 1ാം സ്ഥാനത്തിന് അർഹരായി. വെസ്റ്റ് ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ 5 വേദികളിൽ നടന്ന മേളയിലെ സമാപന ചടങ്ങിൽ സാമൂഹ്യക്ഷേമ മന്ത്രി ഡോക്ടർ MK മുനീർ ട്രോഫികൾ വിതരണം ചെയ്തു.
CPM പ്രവർത്തകനായിരുന്ന മണ്ണടത്ത് സജീഷിന്റെ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് ബേപ്പൂരിൽ റെഡ് വളണ്ടിയർ മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചു. BC റോഡിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K. ചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. KK ലതിക MLA മുഖ്യപ്രഭാഷണം നടത്തി. ബേപ്പൂരിലെ പ്രമുഖ CPM പ്രവർത്തകനായിരുന്ന മണ്ണടത്ത് സജീഷിന്റെ 16ാം രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഏപ്രിൽ 11, 12 തീയതികളിലായിരുന്നു രക്തസാക്ഷി ദിന പരിപാടികൾ സംഘടിപ്പിച്ചത്. ബേപ്പൂർ BC റോഡിൽ ചേർന്ന പൊതുസമ്മേളനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K. ചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. KK ലതിക MLA മുഖ്യപ്രഭാഷണം നടത്തി. ഗവൺമെന്റ് അതിനെ പിന്തുണച്ചത് ഇടതുപക്ഷമുണ്ടായിരുന്നു. അങ്ങനെ പിന്തുണക്കാനുള്ള കാരണം എല്ലാവർക്കും അറിയാം. ഫാസിസ്റ്റ് ശക്തികൾ ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ കോൺഗ്രസിന്റെ ഭരണത്തെ പിന്തുണച്ചത്. അന്ന് നമുക്കറിയാം 2 നയമാണ്. കോൺഗ്രസിന്റെ നയം ഒരിക്കലും ഇടതുപക്ഷ ശക്തികളുടെ നയമല്ല. എന്നിട്ടും പിന്തുണക്കാൻ തയ്യാറായിട്ടുള്ളത് ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയാണ്. CPM ഏരിയ സെക്രട്ടറി M. ഗിരീഷ്, DC അംഗം V. ബാലകൃഷ്ണൻ, M. മാനുക്കുട്ടൻ, K. രാജീവ്, കരുവളി ശശിധരൻ എന്നിവർ സംസാരിച്ചു. PP ബീരാൻഗോയ അധ്യക്ഷനായിരുന്നു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. For you, forever. Apollo Gold, Kozhikode, Tirur, Manjari, Vadagara, Kannur. Artistry Branded Jewelry Show. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കോഴിക്കോട് രാംമോഹൻ റോഡിലുള്ള ഷോറൂമിൽ ഏപ്രിൽ 4 മുതൽ 14 വരെ അപൂർവ രത്നാഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. വിദഗ്ധ കലാകാരന്മാർ തീർത്ത ഉത്കൃഷ്ട ആഭരണങ്ങളുടെ വിശേഷ ശ്രേണി. Malabar Gold and Diamonds. Celebrate the beauty of life. വിശുദ്ധ ഖുർആനിലും ബൈബിളിലും പരാമർശിക്കുന്ന നൂഹയുടെ പേടകം ഇതാ പുനരവതരിക്കുന്നു. കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ ഏപ്രിൽ 1 മുതൽ 20 വരെ ഹാഫ് ബേക്ക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കാർഷിക പുഷ്പമേള. വിദേശീന മത്സ്യങ്ങൾ, കിളികൾ, പ്രാവുകൾ, കോഴികൾ, നായകൾ തുടങ്ങി എല്ലാവിധ ഓമന വളർത്തുമൃഗങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയും. വ്യത്യസ്തങ്ങളായ ഗൃഹോപകരണങ്ങളുടെ ഷോപ്പിംഗ് മാമാങ്കം. ഒപ്പം രുചിപ്പൂരമൊരുക്കി ഫുഡ് ഫെസ്റ്റിവലും. രാവിലെ 11 മണി മുതൽ 8:30 വരെ. ഫ്ലാഷ്. വാർത്തകൾ തുടരുന്നു. സീനിയർ സിറ്റിസൺസ് ഓർഗനൈസേഷൻ 13ാം വാർഷിക ആഘോഷവും കുടുംബ സംഗമവും ക്രൗൺ ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ പത്രാധിപർ ഇളയടത്ത് വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരം മാമുക്കോയ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. സീനിയർ സിറ്റിസൺസ് ഓർഗനൈസേഷൻ 13ാമത് വാർഷികാഘോഷവും കുടുംബസംഗമവും ക്രൗൺ ഓഡിറ്റോറിയത്തിൽ നടന്നു. PP വേലായുധൻകുട്ടി നായർ അധ്യക്ഷം വഹിച്ച പരിപാടി ജില്ലാ മാസിക പത്രാധിപർ ഇളയടത്ത് വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം അക്ഷരശ്ലോക സമിതിയുടെ 43ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ഏകാക്ഷര മത്സരത്തിൽ 1ാം സ്ഥാനവും മൂടാടിയിൽ കാർത്തിയാനിയമ്മ സ്മാരക വിശേഷ സമ്മാനവും നേടിയ ചന്ദ്രമതി ടീച്ചറെ ചടങ്ങിൽ ആദരിച്ചു. ഗൌരി വേണുഗോപാൽ, കുട്ടികൃഷ്ണൻ KV, ഗംഗാധര മേനോൻ CP, V. ആലിക്കോയ, ധർമ്മരാജ് K, കുഞ്ഞനന്ദൻ നായർ MK, വൈദ്യനാഥൻ R, കൌൺസിലർ PV ഹൈദരലി, K. വിശ്വനാഥൻ, VP ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. വനജ P. നായർ, ഋഷിക, നിരാഹ പ്രമോദ്, നിവേദിത പ്രമോദ്, ചന്ദ്രമതി ടീച്ചർ, മഞ്ജുള, MR ബാലൻ എന്നിവർ പരിപാടികൾ അവതരിപ്പിച്ചു. കേണൽ ഡോക്ടർ MS മേനോൻ സമ്മാനദാനം നിർവഹിച്ചു. കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമാകുന്നു.
ശനിയാഴ്ച മാത്രം 63 ലക്ഷം രൂപയുടെ അനധികൃത സ്വർണമാണ് കരിപ്പൂരിൽ പിടിച്ചത്. മറ്റ് വിമാനത്താവളങ്ങൾ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കുന്നതിനാലാണ് ഇവർ കരിപ്പൂർ കേന്ദ്രമാക്കുന്നത്. ശനിയാഴ്ച ദുബൈയിൽ നിന്നുള്ള ഇൻഡിഗോ വിമാനത്തിൽ കരിപ്പൂരിലെത്തിയ മഞ്ചേരി സ്വദേശികളായ ഷറഫുദ്ദീൻ അഹമ്മദ്, അബ്ദുൽ നാസർ എന്നിവരിൽ നിന്നായി 63 ലക്ഷം രൂപ വില വരുന്ന 10 സ്വർണ്ണ ബിസ്ക്കറ്റുകളാണ് പിടിച്ചെടുത്തത്. ഇന്റലിജൻസ് വിഭാഗത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. കഴിഞ്ഞ ദിവസങ്ങളിലും അനധികൃതമായി കടത്താൻ ശ്രമിച്ചിരുന്ന കിലോ കണക്കിന് സ്വർണം കരിപ്പൂരിൽ പിടികൂടിയിരുന്നു. എന്നാൽ ഇവയിൽ മിക്കതും സുരക്ഷാ യന്ത്രങ്ങളുടെ സഹായത്തോടെ കണ്ടെത്തുന്നതല്ല, മുൻകൂട്ടി ലഭിക്കുന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്നതാണ്. കരിപ്പൂരിലെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമല്ലെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. സെക്യൂരിറ്റി മെഷീനുകളിൽ ഗുരുതര തെറ്റുകൾ സംഭവിക്കുന്നുണ്ടെന്നും ആരോപണം ഉയർന്നിരുന്നു. വാർത്തകൾ ചുരുക്കത്തിൽ. നിർമ്മാണ മേഖല ഇന്ന് അനുഭവിക്കുന്ന പരിതാപകരമായ അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിനായി രൂപീകരിച്ച നിർമ്മാണ മേഖലാ സംരക്ഷണ സമിതി വിഷുദിനത്തിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തും. നിർമ്മാണ മേഖലയെ രക്ഷിക്കുക, സർക്കാർ ഇടപെടുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പ്രതിഷേധം. ഏപ്രിൽ 29 ബുധനാഴ്ച NGO ഹാളിൽ സംഘടനയുടെ പ്രഥമ കൺവെൻഷൻ നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കൊയിലാണ്ടി കൊരയങ്ങാട് കലാക്ഷേത്രം 4ാം വാർഷികാഘോഷം മേടപ്പൂത്തിരി 15-ന് പ്രശസ്ത സിനിമാതാരം ജഗദീഷ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ശാസ്ത്രീയ സംഗീതം, ചിത്രരചന, തബല, വയലിൻ, കീബോർഡ്, നൃത്തനൃത്യങ്ങൾ, കലാക്ഷേത്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന കലാവിരുന്നും കരോക്കെ ഗാനമേളയും അരങ്ങേറും. ചടങ്ങിൽ കൊയിലാണ്ടിയിലെ ആദ്യകാല നാടക നടന്മാരെയും സ്കൂൾ കലോത്സവങ്ങളിൽ സമ്മാനാർഹരായ കലാക്ഷേത്രത്തിലെ വിദ്യാർത്ഥികളെയും അനുമോദിക്കും. വാർഷികത്തോടനുബന്ധിച്ച് ഏപ്രിൽ 17-ന് വൈകിട്ട് വിളംബര ഘോഷയാത്ര നടത്തുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചേലിയ കഥകളി വിദ്യാലയത്തിന്റെ 15ാം പഠന ശിബിരം ദൃശ്യാനുഭവ പരിചയം ഏപ്രിൽ 16 മുതൽ 25 വരെ നടക്കും. നാട്യാചാര്യൻ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരുടെ 100ാം പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായാണ് വിശേഷാൽ പഠന ശിബിരം സംഘടിപ്പിക്കുന്നത്. കഥകളിയിലെ ശ്ലോകങ്ങളുടെ അർത്ഥവും മുദ്രകളും അഭിനയവും മനസ്സിലാക്കിക്കൊണ്ട് ആസ്വദിക്കാൻ 9 ദിവസത്തെ പഠന ശിബിരം അവസരമൊരുക്കും. 9 ആട്ടക്കഥകളെ 9 ദിവസങ്ങളിലായി അവതരിപ്പിക്കും. പ്രശസ്തരായ കഥകളി ആശാന്മാർ പങ്കെടുക്കും. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ PN സുരേഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിന് വിദേശ ഇന്ത്യക്കാരിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുന്നതിനുള്ള NRI ലൈസൻസ് ലഭിച്ചതായി ബാങ്ക് പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ പറഞ്ഞു. വിദേശ നിക്ഷേപ ലൈസൻസിന് നിഷ്കർഷിച്ച എല്ലാ മാനദണ്ഡങ്ങളും തൃപ്തികരമായി പൂർത്തിയാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് റിസർവ് ബാങ്ക് NRI ലൈസൻസ് അനുവദിച്ചത്. NRI ലൈസൻസ് ലഭിക്കുക വഴി വാണിജ്യ ബാങ്കുകൾ നൽകുന്ന സേവന നിലവാരത്തിലേക്ക് ഉയർന്ന KDC ബാങ്ക് പ്രവാസികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ബാങ്കിന്റെ ഇടപാടുകാരാക്കുന്നതിന് പ്രത്യേക പരിഗണന നൽകുമെന്നും ബാങ്ക് സാരഥികൾ പറഞ്ഞു. ചൈനയിൽ നടക്കുന്ന ലോക പട്ടം പറത്തൽ മത്സരത്തിന് 7-അംഗ വൺ ഇന്ത്യ കൈറ്റ് ടീമിനെ തെരഞ്ഞെടുത്തതായി അബ്ദുള്ള മാളിയേക്കൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ടീമിനെ ജംഷിദ് P. ലില്ലി നയിക്കും. 9 വിഭാഗങ്ങളിലായി നടത്തുന്ന മത്സരത്തിൽ രാജ്യാന്തര വിഭാഗത്തിലാണ് ടീം പങ്കെടുക്കുന്നത്. ഏപ്രിൽ 17 മുതൽ 21 വരെ ചൈനയിലാണ് മത്സരങ്ങൾ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാധ്യമങ്ങൾ ജനകീയ പ്രശ്നങ്ങൾക്ക് ഊന്നൽ നൽകണമെന്ന് ഗവർണർ ജസ്റ്റിസ് P. സദാശിവം. ജനങ്ങളോടുള്ള പ്രതിബദ്ധത മാധ്യമങ്ങൾ പുലർത്തണമെന്നും ഗവർണർ. വിഷു പടിവാതിൽക്കൽ പടക്ക വിപണി സജീവം. ചൈനീസ് പടക്കങ്ങൾക്ക് പ്രിയമെന്ന് കച്ചവടക്കാർ. കേരളത്തിന് റേഷൻ വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ കേരള ജനത ഒന്നാകെ പ്രതിഷേധിക്കണമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. Malabar Gold and Diamonds. Celebrate the beauty of life.